ഹലോ ഓൾ വെൽക്കം ടു AZB അക്കാഡമി. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ചിഞ്ചുമ. അപ്പം നമ്മുടെ SSC MTS 2025 അല്ലെ, എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന 10ാം ക്ലാസ് യോഗ്യതയിൽ സെൻട്രൽ ഗവൺമെൻറ്റിൽ നല്ല അടിപൊളി ഒരു പോസ്റ്റ് ലഭിക്കുന്ന ജോലിയാണ് SSC MTS. അപ്പോൾ എന്നത്തേക്കായിരിക്കും SSC MTS എക്സാം ഡേറ്റ് വരുന്നത്? എല്ലാവരും നോക്കിയിരിക്കുകയാണ്. 10th ക്വാളിഫിക്കേഷൻ, എസ്പെഷ്യലി 10th ക്വാളിഫിക്കേഷനിൽ നല്ലൊരു സെൻട്രൽ ഗവൺമെൻറ് പോസ്റ്റ് അല്ലേ, അതാണ് SSC MTS. അപ്പോൾ എന്നത്തേക്കായിരിക്കും ഇതിൻ്റെ എക്സാം ഡേറ്റ് വരുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ എന്നായിരിക്കാം ഡേറ്റ് വരുന്നത് എന്ന് ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷനാണ്, എപ്പോഴും ആർക്കും ഒരു മോട്ടിവേഷൻ ഇല്ല എന്നത്തേക്ക് എക്സാം വരും. ഇനി ഇങ്ങനെ ലാഗ് ചെയ്ത് പോവുകയാണെങ്കിൽ പഠിച്ചിട്ട് എങ്ങനെയാണ് പഠിക്കുന്നത്, എല്ലാം മറന്നു പോകുന്നുണ്ട്. ഇനി എന്താണ് ചെയ്യുക, എക്സാം ഡേറ്റ് എന്നായിരിക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ് എല്ലാവരും. അപ്പോൾ ഏകദേശം ആ കൺഫ്യൂഷൻ നമുക്ക് ഇന്നത്തോടു കൂടി തീർക്കാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ SSC MTS എക്സാം ഡേറ്റ്, SSCക്ക് ഒരു പാറ്റേൺ, ഒരു ഓർഡർ ഉണ്ടല്ലേ. ആദ്യം CGL ആണ്, CGL കഴിഞ്ഞു, ഇപ്പോൾ CHSL നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്താണ് അതിന് ശേഷം, എപ്പോൾ MTS എപ്പോഴത്തേക്ക് വരും? അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ CHSL എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത് നവംബർ 12 മുതൽ 30 വരെയാണ് CHSLൻ്റെ എക്സാം ഡേറ്റ്. അത്യാവശ്യം നല്ല ഡേയ്സ് ഉണ്ട് അല്ലേ. 18 ദിവസത്തോളം നീളുന്ന CHSL എക്സാമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അതിന് ശേഷം നമ്മുടെ SSC നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ള എക്സാം എന്ന് പറയുന്നത് ജൂനിയർ എഞ്ചിനീയർ എക്സാമാണ്. SSCയുടെ ജൂനിയർ എഞ്ചിനീയർ JEE എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. ഇന്നാണ് ഡിസംബർ 6 വരെ, ഡിസംബർ 3 മുതൽ 6 വരെ JEE എക്സാമാണ്. അപ്പോൾ അതിന് ശേഷം പിന്നീട് എന്താണ്, CPOയുടെ എക്സാം ഡേറ്റും ഓൾറെഡി വന്നിട്ടുണ്ട്. ഡിസംബർ 9 മുതൽ 12 വരെ CPOയുടെ എക്സാം ഡേറ്റ് ആണ്. അപ്പോൾ CHSL കഴിഞ്ഞു, JEE കഴിഞ്ഞു, CPO കഴിഞ്ഞു. പിന്നീട് ഒരു മിനിസ്റ്റീരിയൽ എക്സാം മിനിസ്റ്റീരിയൽ അല്ല, ഹിന്ദി ട്രാൻസ്ലേറ്റർ എക്സാം ഉണ്ട്. അതിൻ്റെ സെക്കൻഡ് പേപ്പറിൻ്റെ എക്സാം ആണ്. ഹിന്ദി ട്രാൻസ്ലേറ്റർ സെക്കൻഡ് പേപ്പർ എക്സാം ഡേറ്റും SSC അനൗൺസ് ചെയ്തിട്ടുണ്ട്. എന്നാണ് അത് വരുന്നത്? ട്രാൻസ്ലേറ്റർ എക്സാം വരുന്നത് ഡിസംബർ 14-നാണ്. അപ്പോൾ നമ്മുടെ CPO എക്സാം കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന SSC എക്സാം എന്ന് പറയുന്നത് ഡിസംബർ 14-ന് ഹിന്ദി ട്രാൻസ്ലേറ്ററിൻ്റെ പേപ്പർ 2 ഉണ്ടായിരിക്കും. സോ അതുവരെ എല്ലാം ഫില്ലാണ് എക്സാംസ്. എന്തായാലും MTSന് അതുവരെ എന്തായാലും ഒരു ചാൻസും ഇല്ല. പിന്നീട് അതിന് ശേഷം ഡിസംബർ 15-ന് ശേഷമായിരിക്കും നമ്മുടെ MTSൻ്റെ എക്സാം ഡേറ്റ് വരുന്നത് അല്ലേ. നമുക്കറിയാം CHSL എന്ന് പറയുന്നത് അറൗണ്ട് 30 ലക്ഷം ആപ്ലിക്കൻസ് അപ്ലൈ ചെയ്ത എക്സാമാണ് CHSL. അറൗണ്ട് 30 ലക്ഷത്തിലധികം ആപ്ലിക്കൻസ് ഉണ്ട്. 30 ലാഖിൽ എബവ് ആപ്ലിക്കൻസ് ആണ് CHSL എക്സാം അപ്ലൈ ചെയ്ത്. ആ 30 ലക്ഷത്തിലധികം ആപ്ലിക്കൻസിന് വേണ്ടിയിട്ട് അറൗണ്ട് 18 ദിവസം, അപ്രോക്സിമേറ്റ്ലി 18 ദിവസത്തെ എക്സാമാണ് CHSLന് വേണ്ടി SSC ഷെഡ്യൂൾ ചെയ്തത്. അപ്പോൾ നമ്മുടെ MTSൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ MTS എക്സാം അപ്ലൈ ചെയ്തവർ 36 ലക്ഷത്തിലധികമാണ്. അപ്പോൾ അത്രയും പേരാണ് MTS എക്സാം അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് അറൗണ്ട് എന്തായാലും ഒരു 20-25 ദിവസത്തെ എക്സാം ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ 20 to 25 ഡേയ്സ് എക്സാം നമ്മുടെ MTSന് വേണം. 36 ലക്ഷത്തിലധികം ആപ്ലിക്കൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ഡിസംബർ 14 വരെ കംപ്ലീറ്റ് ഫില്ലാണ്. SSC എക്സാംസ് ഒന്നും നടക്കില്ല. MTS ഉറപ്പായിട്ട് അന്ന് വരെ എന്തായാലും ഇല്ല. അപ്പോൾ അതിനുശേഷം 15 കഴിഞ്ഞ് ഡിസംബർ 20-ന് ശേഷമായിരിക്കും നമ്മുടെ SSC MTSൻ്റെ ഡേറ്റ് വരുന്നത്. 15 വരെ എന്തായാലും സ്ലോട്ടെല്ലാം ഫില്ലാണ്, ഒരു എക്സാംസും ഇല്ല. അതിനുശേഷം ഒരു 3-4 ദിവസം ഗ്യാപ്പ് കഴിഞ്ഞിട്ട് 20 മുതൽ നമുക്ക്, അല്ലെങ്കിൽ 20-ന് ശേഷം നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. അപ്പോൾ SSC MTS 20 കഴിഞ്ഞ് ആ ഒരു റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യും. 36 ലക്ഷം ആപ്ലിക്കൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും പേർക്ക് എക്സാം എന്തായാലും നടത്തണം. സോ ഒരു 20 to 25 ഡേയ്സ് എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു ഡിസംബർ 20 മുതൽ എക്സാം ഡേറ്റ് പ്രതീക്ഷിക്കാം അല്ലേ. സോ നമുക്ക് ഡിസംബർ 20 മുതൽ SSC MTSൻ്റെ എക്സാം ഡേറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അറൗണ്ട് ഒരു 20-25 ദിവസത്തോളം, അതായത് ഏകദേശം ഒരു ജാനുവരി 20 നമുക്ക് കൂട്ടാം. ആ ഒരു ടൈം വരെ, അല്ലെങ്കിൽ അതിന് മുൻപ് വരെ MTSൻ്റെ എക്സാം ഡേറ്റ് ഉണ്ട്. ഡിസംബർ 20 മുതൽ ജാനുവരി 20 വരെ ആയിരിക്കാം, അല്ലെങ്കിൽ ഏകദേശം അതിനകത്ത്. പിന്നെ ഒരു 4 to 5 ഡേയ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും മുന്നേ വരില്ല. ഡിസംബർ 20-ന് മുന്നേ എന്തായാലും എക്സാം വരാനുള്ള ചാൻസസ് ഇല്ല.
അപ്പോൾ അതിനുശേഷം പിന്നെ ഒരു എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് 20-25 ആ ഡേറ്റിന് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. ദെൻ ഒരു 25 ഡേയ്സ് നീളുന്ന എക്സാം ആയിരിക്കും. കാരണം ഇത്രയും ആപ്ലിക്കൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ജാനുവരി പകുതി കുറച്ചും കൂടെ ദിവസം നിങ്ങളുടെ എക്സാം ഉണ്ടാകും. അപ്പോൾ അത്രയും ദിവസം എക്സാം ഇനി എന്തായാലും പഠിച്ചു തുടങ്ങണമല്ലോ അല്ലേ. അപ്പോൾ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ, അതായത് അറൗണ്ട് 30 ദിവസം നമുക്ക് തികച്ചില്ല നമ്മുടെ SSC MTS എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി എന്താണ്, ഇനി റിവൈസ് ചെയ്ത് ഇനി പഠിച്ചു തുടങ്ങും. കാരണം ഉടനെ ഉറപ്പായിട്ടും ഈ ഒരു ഡേറ്റിനടുത്ത് തന്നെ നിങ്ങളുടെ എക്സാം ഡേറ്റ് SSC ഉടനെ തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അതായത് CHSL കഴിഞ്ഞു, JEE എക്സാം കഴിഞ്ഞു, പിന്നെ CPO കഴിഞ്ഞു, അതിനുശേഷം ഹിന്ദി ട്രാൻസ്ലേറ്ററിൻ്റെ ഒരു എക്സാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് SSC MTS, അതിന് ശേഷമാണ് ഡൽഹി പോലീസിൻ്റെ എക്സാം വരാനുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് എന്തായാലും പോവില്ല. കാരണം ഡൽഹി പോലീസിന് പ്രിസ്ക്രൈബ് ആ എക്സാം ജാനുവരി ടൈമിൽ തന്നെ SSC നടത്തും. ജാനുവരി ഫെബ്രുവരിയോടുകൂടി ഡൽഹി പോലീസിൻ്റെ എക്സാം കാണും. അതിനുശേഷം SSC GDയുടെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ എല്ലാം ടൈറ്റാണ്, എല്ലാം പാക്ക് ചെയ്ത് ഓരോരുത്തർക്ക് ഓരോ സ്ലോട്ട് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എക്സാം, അതായത് SSC MTS എക്സാം ഈ ഒരു ടൈം പീരീഡിൽ ഡിസംബർ 20 ജാനുവരി 20 എന്തായാലും നടക്കും. ഒരു 2-3 ദിവസം എക്സ്ട്രാ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലേ. അപ്പം എക്സാം എന്തായാലും ഉണ്ട്. ഈ ഉടനെ തന്നെയുണ്ട്, ഒരു 20 ഡേയ്സ് കഴിഞ്ഞിട്ട് 20-25 ഡേയ്സ് കഴിഞ്ഞ് നിങ്ങളുടെ എക്സാം വരുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യുക എന്താണ്, റിവിഷൻ സ്ട്രാറ്റജിയിലോട്ട് പോകുക. നമ്മൾ ഓൾറെഡി ഒരു 30 ഡേയ്സ് സ്ട്രാറ്റജി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. മോക്ക് ടെസ്റ്റ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങളുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു പ്ലേലിസ്റ്റിൽ നിങ്ങൾ AZB അക്കാഡമി പ്ലേലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ MTSനകത്ത് ആ ഒരു സ്ട്രാറ്റജി 30 ഡേയ്സ് സ്ട്രാറ്റജി പ്ലാൻ കാണും. നമുക്ക് ആ ഒരു ഓർഡറിൽ പോയാൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ കുറച്ച് നിങ്ങൾ എഫേർട്ട് അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഇപ്രാവശ്യത്തെ എക്സാം തന്നെ ക്രാക്ക് ചെയ്ത് കയറാനായിട്ട് സാധിക്കും. സോ ആ ഒരു സ്ട്രാറ്റജിയിൽ തന്നെ നിങ്ങൾ മുമ്പോട്ട് പോവുക. എക്സാം ഡേറ്റിൻ്റെ കാര്യമോ എക്സാം എന്നാണോ എന്നൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവേണ്ട. എക്സാമിൻ്റെ ഡേറ്റ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡിസംബർ 20 ജാനുവരി 20 ആ ഒരു ടൈമിൽ നിങ്ങളുടെ എക്സാം എന്തായാലും ഉണ്ടാകും. അപ്പം നമ്മളെ തന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങളുടെ സ്ട്രാറ്റജി ഒന്നും കൂടെ ഒന്ന് ഉഷാറായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. മോക്ക് ടെസ്റ്റുകളിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്കറിയാം ഇംഗ്ലീഷും GKയും ആണ് ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ ഇംഗ്ലീഷും GKയ്ക്കും തന്നെ മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്ത് റീസണിങ്ങും മാക്സിമം ഒന്ന് ബാക്കിൽ നിർത്തിയേക്കുക. അത് മോക്ക് ടെസ്റ്റ് മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. അത് മാത്രം നോക്കി നമുക്ക് മുമ്പോട്ട് പോകാം. സോ അതിൻ്റെ നിങ്ങൾക്ക് ഏകദേശം എക്സാം പാറ്റേണും കാര്യങ്ങളെല്ലാം അറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. മാത്സ് ആൻഡ് റീസണിങ് ക്വാളിഫയിങ് നേച്ചർ മാത്രമാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് മാത്രമേ അതിന് കൊടുക്കാവൂ. ഒരുപാട് ടൈം ഈ 2 സബ്ജക്റ്റിന് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അലോട്ട് ചെയ്ത് കൊടുക്കരുത്. മാക്സിമം എന്തോ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇംഗ്ലീഷിനും GKയ്ക്കും മാക്സിമം കൊടുക്കുക. ഇംഗ്ലീഷ് ഫുള്ള് സ്കോർ ചെയ്യാൻ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുക. ആൻഡ് GK ഒരു 85% വരെയെങ്കിലും സ്കോർ ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ സ്ട്രാറ്റജി ബേസ് ചെയ്ത് തന്നെ മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ ഇനി മോക്ക് ടെസ്റ്റ്, ഇനി അതൊരു കൺഫ്യൂഷൻ വേണ്ട. മോക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് AZB അക്കാഡമി ഒരു എക്സാം ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എക്സാം PYQ ബാച്ച്. നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്ത 20 ഫുൾ ടെസ്റ്റുകൾ, അതും എക്സാം ഓറിയൻറ്റഡിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് AZB അക്കാഡമി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എക്സാം പാറ്റേൺ അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്ന മോക്ക് ടെസ്റ്റാണ്. ഫസ്റ്റ് സെഷൻ മാത്സും റീസണിങ്ങുമാണ്. ഓട്ടോ ടൈമായിട്ട് ആ ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സെഷനിലോട്ട് പോകും. ആ സെഷനിൽ ഇംഗ്ലീഷ് ആൻഡ് റീസണിങ് ആണ്. അപ്പം ആ ഒരു മാർക്ക് ബേസിസിൽ തന്നെ പോകുന്ന ഒരു ടെസ്റ്റ് സീരീസ് ആണിത്. അപ്പം ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യുക. നല്ല ഉഷാറായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പം എക്സാം ഡേറ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ എക്സാമിന് സെറ്റായിട്ട് റെഡി ആയിട്ട് പോയി എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ റിവിഷൻ തുടങ്ങേണ്ട ടൈം കഴിഞ്ഞു. അപ്പോൾ ഓൾറെഡി റിവിഷനൊക്കെ നന്നായിട്ട് സെറ്റാക്കി വെക്കുക. നമുക്ക് വീണ്ടും ഇനി അടുത്ത ഒരു വീഡിയോയിലൂടെ കാണാം. താങ്ക്